ഒരു പക്ക പ്രൊഫഷണലാണ്. പ്രൊഫഷണലായിട്ട് തന്നെയാണ് ഞാൻ സണ്ണി വീഡിയോ ലിയോൺ സണ്ണി ലിയോൺ പാറ്റേൺ തന്നെയാണ് ഞാൻ പോകുന്നത്. അതായത് ഞാൻ ഒരു സണ്ണി ലിയോണാണ്, കേരളത്തിലെ സണ്ണി ലിയോൺ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. പിന്നെ അല്ലേ ചേച്ചിയെ കണ്ടാൽ തന്നെ സണ്ണി ലിയോണിന്റെ ആ ഒരു ലുക്ക് കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ സണ്ണി ലിയോൺ ഒന്ന് വെയിൽ കൊണ്ട് ഒന്ന് കരിഞ്ഞു പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. കാണാനൊക്കെ കറക്റ്റ് സണ്ണി ലിയോണെ പോലെ തന്നെ. ചേച്ചി ആരും പറഞ്ഞു പറ്റിച്ചതല്ല കേട്ടോ, കറക്റ്റ് സണ്ണി ലിയോൺ തന്നെ. ചേച്ചിയെ വല്ലവർക്കും വല്ല പിടിയുണ്ടോ? മെമ്പർഷിപ്പ് വീഡിയോസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവരതാ ആ സാധനങ്ങളൊക്കെ തന്നെ കാണിക്കുന്ന ഒരു ചാച്ചിയാണ്. പിന്നെ ഏതൊക്കെ സൈറ്റിന് ഇങ്ങനെ വീഡിയോസ് ഒക്കെ വിൽക്കുന്നതൊക്കെ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ പറയുന്നുണ്ട്. ലക്ഷങ്ങൾ സമ്പാദ്യം ഉണ്ടെന്നാ പറയുന്നേ. കൂട്ടത്തിൽ അവതാരകൻ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കേൾക്കണം. പിന്നെ ഒന്നാമത്തെ കാര്യം ഈ അവതാരകൻ ഇമാതിരി ഉളത്തരങ്ങളൊക്കെ തന്നെയാണ് കുറെ കാലങ്ങളായി കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ നടത്തുക. ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അത്രമാത്രം ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ് ആണെന്നാണ് ആള് പറയുന്നത്. എന്തായാലും ചാച്ചിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാം. കേരളത്തിന്റെ സ്വന്തം ലിയോൺ സണ്ണി ചേച്ചി. സണ്ണി ലിയോൺ ഒരു പോൺ സ്റ്റാർ ആണെങ്കിലും ഇപ്പോ പുള്ളിക്കാരി ഇപ്പോ സിനിമ ഫീൽഡിൽ വന്നു, അഭിനയിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഞാൻ ചെയ്യാറുണ്ടല്ലോ. ഞാനത് മീഡിയയുടെ മുമ്പിൽ എനിക്ക് പറയുന്നതിനൊരു താല്പര്യമില്ല. എനിക്ക് കിട്ടുന്ന ഇൻകം അതിൽ ഞാൻ പകുതി ഭാഗവും ഞാൻ പല ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അത് ഞാൻ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഞാൻ പറയില്ല, ഞാൻ കൊടുക്കാറുണ്ട്. അത് ഇഷ്ടപ്പെട്ടിട്ടോ മോനെ, അത് ഇഷ്ടപ്പെട്ട്. തേങ്ങയുടെ മൂട് പണ്ടാര പറഞ്ഞ പോലെ എന്ത് പോഴത്തരം കാണിച്ചിട്ട് ചാരിറ്റി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ സ്വീകരിപ്പിച്ചിട്ടാണോ? ഈ സണ്ണി ലിയോണിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെ സണ്ണി ലിയോണിന്റെ കുറെ വൃത്തികെട്ട പരിപാടികളുണ്ട് പണ്ടത്തെ, അതൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? എനിക്കൊരു പിടിയില്ല കേട്ടോ. എന്ത് വൃത്തികേട് ചെയ്താലും ആ പൈസ ചാരിറ്റി ചെയ്താൽ മതി, പിന്നെ അടിപൊളിയാ, നല്ല പേരായിരിക്കും. എന്തായാലും ചേച്ചി അധ്വാനിച്ച് വാർക്കപ്പണിക്ക് പോയിട്ട് കിട്ടുന്ന പൈസന്ന് പകുതി സഹായിക്കുന്നുണ്ടല്ലോ, മഹാപുണ്യം കിട്ടുന്ന കാര്യം, മഹാപുണ്യം. നിങ്ങൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട്, നിങ്ങളൊരു വേശ്യയാണ് അങ്ങനെ എന്നെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അത് അംഗീകരിച്ചു കൊടുക്കില്ല. വേശ്യ എന്ന് പറഞ്ഞാൽ പല ആണുങ്ങളുടെ കൂടെ കാശ് കൊടുത്തിട്ട് നമ്മൾ കിടക്ക പങ്കിടാൻ പോകുന്നവരെയാണ് വേശ്യ അല്ലെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞത്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ഇല്ല പൈസ കിട്ടുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരാൾക്ക് പോയി ശരീരം പങ്കുവെച്ചിട്ടുള്ള പൈസ എന്റെ വീഡിയോ കാണുന്നു എടുക്കുന്നു. അല്ല എന്നെ ഇന്നുവരെ ആരും വേശ്യ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ അത് അംഗീകരിക്കത്തില്ല. അല്ലെങ്കിൽ ഇത് സർട്ടിഫിക്കറ്റ് ആണല്ലോ, അംഗീകാരം കിട്ടാനുള്ള സാധനം. ജനങ്ങള് വെടിപ്പുര എന്നൊക്കെ കമന്റിൽ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. വേശ്യ എന്ന് വിളിക്കുന്ന ആളുകളും കമന്റിലെ കഴിവൊക്കെ ഞാൻ കാണാറുണ്ട് എന്നുള്ളതാണ്. ഈ വീഡിയോന്റെ അടിയിൽ തന്നെ എത്ര മാത്രം നെഗറ്റീവ് ആണെന്നറിയോ? എത്ര മാത്രം നെഗറ്റീവാ. പൈസക്ക് ശരീരം പ്രദർശിപ്പിക്കുന്ന ആളുകൾ, പണത്തിന് വേണ്ടി ശരീരം പ്രദർശിപ്പിക്കുന്ന ആളുകളെയും ആ ഗണത്തിൽ തന്നെയാണ് പറയുക, വെടിപ്പുരാകൾ എന്ന് തന്നെ പറയുക. അല്ലാതെ ഒരാളുടെ അടുത്ത് പോയിട്ട് ഡൗൺ ചെയ്ത് കൊടുക്കുന്നതിന് മാത്രമല്ല, കിടക്കുന്നതിന് മാത്രമല്ല, ശരീരം പ്രദർശിപ്പിച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത്. അതാ രസം. ഇത്ര ഞരമ്പന്മാരുണ്ട് എന്നുള്ള. ഇവരെ വീഡിയോസിന് മലയാളികളായ ആളുകളും തമിഴന്മാര്, ഹിന്ദിക്കാര്, അത് പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ പറയില്ലേ, ഇവരൊക്കെയാണ് പാൻ ഇന്ത്യൻ സ്റ്റാർ. ഇവരെ കാണാൻ എത്ര ആളുകളാണെന്നറിയോ? മെമ്പർഷിപ്പ് അത് ഞാൻ പറയുന്നില്ല, വേശി എന്ന് പറയാൻ പറ്റില്ല എന്നാ ചേച്ചി പറയുന്നത്. ആയിക്കോട്ടെ ചേച്ചി. എന്നെ ആരും കാറ്റഗറി മുദ്ര കുത്തണ്ട. കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, എനിക്ക് കൊടുപ്പ് പരിപാടി ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാറ്റഗറി പെടുത്താം. എനിക്ക് അങ്ങനെയില്ല, എനിക്ക് അത് അംഗീകരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആ ചോദ്യത്തിനുള്ള മറുപടികൾ കമന്റിൽ കിടക്കുന്നുണ്ട്. എന്തോ ഒരു ഓടക്കുഴലിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഞാനത് ഇവിടെ കൊണ്ടുവന്നിട്ടുമില്ല. പക്ഷെ ഓടക്കുഴലിന്റെ കഥ ചില ആളുകൾ കമന്റ് ഇടുന്നുണ്ട് കേട്ടോ. എന്താണ് സത്യം എന്ന് നമുക്കറിയില്ല. എന്തായാലും ചേച്ചി വേശ്യ എന്ന് വിളിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ല കേട്ടോ. ചേച്ചി അതല്ല, ചേച്ചി വേറെന്തോ ആണ്. തരാൻ ആഗ്രഹിച്ചല്ലേ, ഞാൻ പൈസ തരാം, എനിക്ക് താങ്കളുടെ കൂടെ ഒരു കിടപ്പുറ പങ്കിടണം എന്ന് പറഞ്ഞു വന്നാൽ ഇല്ല, ഞാൻ ഒരിക്കലും റിയൽമേറ്റ് കൊടുക്കുന്നില്ല. ഈ കാണുന്ന വ്യൂസിന് അറിയാം, എന്റെ ഫാൻസിന് എല്ലാവർക്കും അറിയാവുന്നവരാണ്. ഈവൻ ലക്ഷങ്ങൾ തന്നാൽ പോലും എനിക്ക് അങ്ങനത്തെ ഒരു സമ്പാദ്യം വേണ്ട. അതാണ് മോനെ, അതാണ് ഉശിരും പുളി എന്ന് പറഞ്ഞ സാധനം. ഞാൻ അങ്ങനെ കാണിച്ചിട്ടൊക്കെ ജീവിക്കും. പക്ഷെ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ അടിപ്പിക്കേണ്ട, ലക്ഷങ്ങൾ തന്നാ പോലെ. അല്ലെങ്കിൽ ആരുടെ ലക്ഷങ്ങളൊക്കെ തൊണ്ടിൽ കൊണ്ടിടുന്നത്? ചില്ലറ പൈസ തൊണ്ടിലിടാറുള്ളൂ. കമന്റ് ബോക്സിൽ അങ്ങനെയൊക്കെ തന്നെ കിടക്കുന്നത്. ഈ തൊണ്ടിലൊക്കെ ആളുകൾ ചില്ലറ പൈസ അല്ലേ ഇടൂ, ലക്ഷങ്ങൾ കൊണ്ട് ഇടില്ലല്ലോ എന്നുള്ളത്. അതാണ് ചേച്ചിയുടെ ആർജവം. വന്നിട്ട് കാര്യമില്ല മക്കളെ, ആ കലങ്ങ് മാറ്റിവെച്ചാളെ. മക്കളെ കുറെ എണ്ണം വെള്ളർക്ക് ഇരിക്കുകയാണല്ലേ, മാറ്റിവെച്ചാളെ. ഞാൻ അങ്ങനെ പോയിട്ടില്ല ഇന്ന് വരെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും അവനൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുല്ലിടുന്നതായിരിക്കും, വെല്ലുവിളിക്കുന്നതാ. ഒരിക്കലും അങ്ങനെ വന്ന് ഒരു കാരണവശാലും പറയില്ല. വരണ്ട, ഞാൻ എല്ലാവരോടും പറയാണ്ട്. ചേച്ചിക്ക് മോനെ, ചേച്ചി എന്നോട് പറയാറുണ്ട്, ചേച്ചി ഞാൻ 2 lakhs തരാം. ഞാൻ പറയും മോനെ, ഇനി ലക്ഷങ്ങൾ തന്നാലും ചേച്ചി ഡെയിലി കൊടുക്കും പരിപാടി ഇല്ല, അതിനാരും വരണ്ട, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ലക്ഷം രൂപ തൊണ്ടിലിടാന്ന് പറഞ്ഞോ? 2 ലക്ഷം? ഏതവനാടവൻ? കണ്ണ് കാണാത്തവന് പോലും അവനും ആവാൻ വഴിയില്ല. വേറെ വല്ല യൂണിവേഴ്സിലുള്ള ആളുകളായിരിക്കും, അങ്ങനെയുള്ള ആളുകളായിരിക്കും ചിലപ്പോ മുട്ടിയിട്ടുണ്ടാവുക. എന്തായാലും അവതാരകൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഓരോന്നിനൊന്നും വിളിച്ചിട്ട് ചെയ്യല്ലേ മോനി, ഇതൊന്നും ജീവിതത്തിൽ വലിയ നാണക്കേടുണ്ടാവും. ഞാൻ കാര്യമായിട്ട് പറയാ. ഇതിലൂടെ കിട്ടുന്ന സമ്പാദ്യം മാത്രം മതിയെങ്കിലും ഓക്കെ, നിങ്ങൾ എങ്ങനെ വെച്ചാ ചെയ്യും.
അങ്ങനെ താങ്കൾ എനിക്ക് വേറൊരു വ്യക്തിയായിട്ട് എനിക്ക് സെക്സ് ഞാൻ വീഡിയോയ്ക്ക് അത് വേണ്ടി തന്നെ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഷീമേലുമായിട്ട് ചെയ്തു എന്റെ ഹസ്ബൻഡും. അല്ലാണ്ട് എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ. ഇനി വേറൊരാളായിട്ട് ചെയ്യില്ല. ഇത് തന്നെ ഒരു ചെയ്യില്ല. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഷീമേലിനെ കൊണ്ടുവന്ന് ചെയ്തത്. ഇതൊരു സ്റ്റോറി ബേസ് ആണല്ലോ പോകുന്നത്. എന്നല്ലാണ്ട് നമ്മൾ വൾഗറായിട്ട് ഈ ഫോൺ സൈറ്റിൽ കാണുന്ന പോലെ മരിച്ചു കിടന്നിട്ട് വേദനിപ്പിച്ചിട്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ നർമ്മരസങ്ങളിലൂടെ തന്നെ ഒരു സ്റ്റോറി ആയിട്ട് തന്നെ പോകും സാധനം കാണുന്ന പിള്ളേർക്ക്. സ്റ്റോറി ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് കൊടുക്കുന്നെന്നെ പറയുന്നത്. അതായത് ഏതൊരു ഷീമെയിലിനെ കൊണ്ടുവന്ന് എന്തോ ചെയ്തു എന്നൊക്കെ ആള് പറയുന്നില്ല. പയ്യൻ ചോദിക്കുന്നുണ്ടല്ലോ അതെന്താ സംഭവം. ഇന്റർവ്യൂവിന്റെ ആ ഒരു ഭാഗം ഞാൻ കണ്ടില്ല കേട്ടോ. ഏതൊരു ഷീമെയിലിനെ കൊടുത്ത് എന്തോ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അതിൻ്റെതാവോ ഇവര് പറയുന്ന ഓടക്കുഴല്. എന്തായാലും ഭർത്താവിനേറ്റല്ലാതെ മറ്റൊരാളോട് താല്പര്യമില്ല. പക്ഷെ ലോകം മുഴുവൻ എന്റെ ശരീരം കണ്ടോട്ടെ, അതൊന്നൊരു കുഴപ്പമില്ല. ആളുകൾ നിഴല് കണ്ടാ വിചാരിച്ചോളൂ എന്നാ പറയുന്നത്. ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് ആരും ഉണ്ടാക്കി തരാനില്ലല്ലോ, നമ്മളായിട്ട് തന്നെ അധ്വാനിക്കുക, കാശുണ്ടാക്കുക. എന്തൊരു അധ്വാനാന്നറിയോ, എന്തൊരു അധ്വാന. അതായത് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, കുറെ ആൾക്കാർ കമന്റ് ഇട്ടോളും, നല്ല റീച്ച് വരും, കുറെ ഷെയർ വരും. അധ്വാനം, ഭയങ്കര അധ്വാനം. കൂലിപ്പണിക്ക് പോണേനുണ്ടോ ഒരു നിലയും വിലയൊക്കെ. എന്താ ചെയ്യാ. ഇനിയിപ്പോ ഇത് കണ്ട് കോൺസ്റ്റാർ ആവാനായിട്ടുള്ള മോട്ടിവേഷൻ ഒന്നും നമ്മൾ തരുന്നത്, ജസ്റ്റ് ചോദിച്ചു മാത്രം. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിലും നല്ല ജെന്യൂൻ ആയിട്ട് തന്നെ പോവുക, നമ്മൾ ഓൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എടുക്കുക, ചെയ്യുക എന്നല്ല. എന്താടാ എന്ത് വൃത്തിയാടാ പറഞ്ഞോണ്ടിരിക്കുന്നേ. അവതാരകൻ അത് ചോദിച്ചപ്പോഴത്തേനും, അതായത് ഇതൊന്നും പ്രചോദനമാവല്ലേ എന്ന് പറയുമ്പോഴത്തേനും, അങ്ങനെ പോകാൻ ആഗ്രഹമുള്ളവർ സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം കണ്ടെത്തുക എന്ന് പറഞ്ഞത്, അതായത് സപ്പോർട്ടാണ്. 2025, 2026 ഫെബ്രുവരിയിൽ പുതിയൊരു നിയമം കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഇത്തരം അശ്ലീല ഉള്ളടക്കങ്ങൾ, അതായത് ഇങ്ങനെ ശരീരം പ്രദർശിപ്പിച്ചിട്ട് ജീവിക്കുന്ന സ്ത്രീകളില്ലേ, അത്തരം വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പരാതിപ്പെടാം. 3 മണിക്കൂറുള്ള വിത്തിൻ 3 hours, 36 മണിക്കൂറായിരുന്നു പണ്ട്, 3 മണിക്കൂറിനുള്ളിൽ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുകയും 6 വർഷം വരെ തടവ് കിട്ടാൻ സാധ്യതയുള്ള കേസുകൾ ഉണ്ട് എന്നുള്ളതാണ്. അശ്ലീലമായിട്ടുള്ള അത്തരം വീഡിയോസ് കാണിച്ചിട്ട് ആളുകളെ, ഇതിപ്പോ പ്രൊമോഷൻ തന്നെയല്ലേ, നിങ്ങൾ സ്വന്തമായി പ്ലാറ്റ്ഫോം കണ്ടെത്തിയിട്ട് അത് ചെയ്തോളാൻ എന്നാണ് പറയുന്നത്. അതൊരു തെറ്റായ സന്ദേശമാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് കൊടുത്താൽ ആദ്യം 3 വർഷം തടവ കിട്ടുക, പിന്നീട് അത് ആവർത്തിക്കുകയാണെങ്കിൽ 5 വർഷം, പിന്നീട് അത് 10 വർഷമായിട്ട് കൂടും. 2026 ഈ ഒരു നിയമം പാസ്സാക്കിയിട്ടുള്ളത്. ഓർത്താൽ നല്ലത്. താങ്കൾ ഒരു കോൺസ്റ്റാർ എന്ന് പറയുന്നത്, താങ്കൾ ഇത് പബ്ലിക്കായിട്ട് കണ്ട സംഭവങ്ങളൊക്കെയാണ്. റോഡിൽ കൂടെ പോകുന്ന ആള് താങ്കളിൽ അട്രാക്ഷൻ തോന്നി കയറി പിടിച്ചു കഴിഞ്ഞാൽ താങ്കൾ അതിനെ എങ്ങനെ പ്രതികരിക്കും? ഇതുവരെ പിടിച്ചിട്ടില്ല. എന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടവൻ പിടിക്കാൻ വന്ന എന്റെ ചെരുപ്പ് അത്യാവശ്യം ബ്രാൻഡ് സാധനം യൂസ് ചെയ്ത്, അതെന്താന്നുള്ളത് മനസ്സിലാവും, അത്രയും മാത്രമേ പറയത്തുള്ളൂ. അതാ ഞാനും നേരത്തെയും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അട്രാക്ഷൻ തോന്നിയിട്ട് ഇതിനെ പിടിക്കാൻ പോവുകയാണെങ്കിൽ ഓന്റെ ഒരു മനോഭാവം എന്തായിരിക്കും, അല്ലെങ്കിൽ മനോനില എന്തായിരിക്കും, പറയേണ്ടതായിട്ടൊന്നുമില്ല. കാലിന്റെ മുകളിൽ ചങ്ങല ഉണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ പിന്നെ വല്ല ലഹരി ഉപയോഗിച്ച ആളാണോ എന്ന് നോക്കിയാൽ മതി. പച്ചയായ ഒരു മനുഷ്യൻ എന്തായാലും കണ്ടാലൊന്നും തോന്നൂല, അത് ആദ്യം തന്നെ പറയാം. താങ്കൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഇന്നാളുടെ കൂടെ ഒരു ബെഡ് ഷെയർ ചെയ്യണം എന്നൊരു ഫാന്റസി ഉണ്ടോ, അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതിൽ ഏറ്റവും വലുതായിട്ടുള്ള പോൺ സ്റ്റാർ ആരാ? പ്ലംബർ ജോൺസൺ ഒക്കെ കേട്ടിരുന്നു. ഓക്കെ, പുള്ളി വരട്ടെ. പച്ചത്തക്കാളി വരട്ടെ, പുള്ളി വരട്ടെ. പച്ചത്തക്കാളിയോ? അതാരാടാ പ്ലംബർ ജോൺസൺ? അയാൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി കാത്തിരിക്കുന്നു. അപ്പോ കൊടുപ്പില്ല എന്ന് പറയുന്നു, ഒരാളും കൊണ്ട് വരണ്ടെന്നും പറയുന്നു, 2 ലക്ഷം കിട്ടിയിട്ടും വേണ്ടാന്ന് പറയുന്നു. പക്ഷെ പ്ലംബർ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? സ്ഥിരതയുള്ള നാക്ക് കേട്ടോ. അല്ല, എന്നാലും ഈ നമ്മള് താങ്കളൊരു ഇന്ത്യൻ മലയാളി കോൺസ്റ്റാർ ആണല്ലോ ഇപ്പോ. പക്ഷെ പുറത്തുള്ള അംഗീകാരം ഇവിടെ കിട്ടുന്നില്ല. ഉണ്ടോ? കിട്ടുന്നുണ്ട്. പുറത്തുള്ള അംഗീകാരം ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത്? അതാണ് പറഞ്ഞത്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങളുടെ റെമ്യൂണറേഷൻ കാര്യങ്ങളൊക്കെ? അത് സൈറ്റ് ആണോ, അത് കമ്പനിയാണോ? നമുക്ക് അറിയുന്ന കുറച്ച് പോൺ സൈറ്റ്സ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ? അങ്ങനെയല്ല, അതൊക്കെ പേഴ്സണലാണ്. ഇതുണ്ട്, ഇടാറുണ്ട്, എല്ലാം വരാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഇന്ത്യയിൽ നിയമമുണ്ട്. അതായത് ഇങ്ങനെയുള്ള സൈറ്റുകൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടി, അശ്ലീലം പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് ഇന്ത്യയിൽ നിയമമുണ്ട്. പക്ഷെ അവരങ്ങനെയാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനിടയിൽ ലോകോത്തര പോൺ സ്റ്റാറുകളുടെ പോലെ നിങ്ങൾക്ക് നിലയും വിലയും ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടത്ര കേരളത്തിൽ. ആരാടാ ഇതിനൊക്കെ നിലയും വിലയും കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? സമ്മതിച്ചു കേട്ടോ, സമ്മതിച്ചു പോയി. ലക്ഷങ്ങളാണോ കോടികളാണോ ഒരുപാട് കണ്ടിട്ട് ഞാൻ ഒരുപാട് വാങ്ങിക്കുന്ന തോന്നുന്നുണ്ടോ? എന്നാലും ആയിരങ്ങളാണോ, എത്ര പൂജ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഒരു വീഡിയോയ്ക്ക് എത്ര പൂജ്യങ്ങൾ കിട്ടുന്നുണ്ട്? അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം നമ്മള് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അതിനകത്ത് നിന്ന് പൈസ വരുന്നുണ്ടെന്ന് വെച്ചാൽ കോടികൾ വരുന്നല്ല, എന്നാലും എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, എല്ലാവർക്കും അതിനകത്ത് നിന്ന് ബെനിഫിറ്റ് ഉണ്ട്. അതായത് എല്ലാവരും എന്തിനാ ബഹുവചനം, ഏകവചനം? നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിന് വരുമാനം കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഈ എടുത്ത നിയമം ഉണ്ടല്ലോ, 2026 പാസ്സാക്കിയ ഈ നിയമം ബാധകമാവേണ്ട ഒരാളാണിത്, ബാധകമാക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഇവര്. അവരിത്ര വീഡിയോസ് ഉണ്ടാക്കിയിട്ട് വിൽപ്പന നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊരു നിയമമുണ്ട്. ചേച്ചിക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ.
പിന്നെ ഇപ്പോഴും ഈ ഞരമ്പന്മാര് ഇങ്ങനെയുള്ളതിന്റെ അടിയിൽ പോയിട്ട് കമന്റ് ചെയ്യാനും പൈസ കൊടുത്തിട്ട് ഇതൊക്കെ കാണാനും മെമ്പർഷിപ്പ് എടുക്കാനൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം. ഇനി ഇവര് കല്യാണം കഴിഞ്ഞതാണ്, ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. ഈ മക്കൾ ഇതേ രീതിയിലേക്ക് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു അമ്മയോട് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. പടക്കം മാറ്റിവെക്കാം. നിങ്ങൾ പറഞ്ഞു ഈ ഭർത്താവും നിങ്ങൾ തമ്മിൽ ചെയ്യുന്നുള്ളത്. വളർന്നു വരുന്ന മക്കളുണ്ട് സ്വന്തം വീട്ടിൽ, അവരും ഇതുപോലൊരു ഇതിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? എന്താ, ഹൗ യു ഫീൽ അബൌട്ട് ഇറ്റ്? നമുക്ക് സമൂഹത്തിൽ വളർന്നു വരുന്ന അവർ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അമ്മ എന്ന നിലയ്ക്കാണ് അമ്മ എന്ന നിലയ്ക്ക് വെച്ചാൽ ഞാൻ എന്റെ മക്കളെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് അത് എന്താണ് ഇങ്ങനെയാണ് സാഹചര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. പിന്നെ അവർ ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് എന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് വന്നു കഴിഞ്ഞാൽ അവരവരുടെ വ്യക്തിത്വമാണ്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ മക്കൾ എന്ത് ചെയ്യുന്നു, അവരൊരു 18 വയസ്സായി കഴിയുമ്പോൾ അവരുടെ വ്യക്തിത്വമാണ് അവരെന്താവണമെന്നുള്ളത്. അതിനകത്ത് ഞാൻ ഒരിക്കലും ഇൻവോൾവ് ആയിട്ട് അത് ഒന്നുമല്ല ഞാൻ ഇങ്ങനെ ചെയ്തു, അല്ലെ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ഇഷ്യൂലേക്ക് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല. അതല്ല കാര്യം. ഇവർക്ക് അവരോട് ഡയലോഗ് അടിക്കാൻ യാതൊരു വോയിസും ഇല്ല എന്നുള്ളതാണ്. ലോകത്തിലുള്ള ഒരു രക്ഷിതാക്കളും ആഗ്രഹിക്കാത്ത പരിപാടിയാണുള്ളത്. സ്വന്തം മക്കൾ മോശപ്പെട്ട രീതിയിൽ പോകുന്നത് അത് തടയണം എന്നല്ല ആഗ്രഹിക്കുക. ഇവരെങ്ങനെ പറയും? ഇവരാ രീതിയിൽ ജീവിക്കുന്ന ആളല്ലേ. മക്കൾ നാളെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർക്കൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. എത്ര തെറ്റായ സന്ദേശങ്ങളാണ് ഇവർ കൊടുത്തതെന്നറിയാം. ഈ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളതാണ്. പോൺ സ്റ്റാർ ആവാൻ പ്രചോദനം ഉൾക്കൊള്ളിക്കാൻ പറയുന്നു. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ല വ്യൂവാ. നമ്മൾ നല്ല വേണ്ടപ്പെട്ട വീഡിയോസ് ഒക്കെ കൊണ്ടുവന്നാൽ, ഇൻഫോർമേറ്റീവായി കൊണ്ടുവന്നാൽ ആരും കാണില്ല. ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാണിച്ചു നിന്നാൽ അത് കാണാൻ കുറെ ഞരമ്പന്മാര് പോയിട്ട് അങ്ങോട്ട് ഒലിപ്പിച്ചിരിക്കുന്നുള്ളതാ. അത് നോക്കണം. ഇതിനെയൊക്കെ കാണാനും ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം. 2 ലക്ഷം കൊടുക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ അത്ഭുതം തന്നെയാട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ചേച്ചിയുടെ ഒക്കെ ഓരോ കോമാളിത്തരങ്ങള്. പടക്കമല്ല പോലും പടക്കം. അപ്പൊ വീണ്ടും വരാട്ടാ പുതിയ അപ്ഡേഷൻ. അതിർക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ്.